ഇന്ന് റിവ്യൂ ചെയ്യാനുള്ളത് കഫേ ലാറ്റെ കത്തിലജിന്റെ ആണ്. ഈ ഒരു പെർഫ്യൂം നമ്മൾ മുമ്പ് റിവ്യൂ ചെയ്ത മാൻസറ അമോർ കഫേ, എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്വീറ്റ് സെക്സി ആയിട്ടുള്ള പെർഫ്യൂം. മാൻസറ അമോർ കഫേ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് അർമാനി സ്ട്രോങ് വിത്ത് യുവിന്റെ ഏതാണെങ്കിലും, ഈവൻ അസാറ വാൻഡഡ് സീരീസ് ആണെങ്കിലും ഏതാണെങ്കിലും മാൻസറ അമോർ കഫേ ആണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്വീറ്റ് ആൻഡ് സെക്സി ആയിട്ടുള്ള പെർഫ്യൂം. അപ്പൊ അത് ഏകദേശം 10,000 അല്ലെങ്കിൽ 9,000 മുതൽ 10,000 11,000 അടുപ്പിച്ചാണ് അതിന്റെ വില വരുന്നത്. മാൻസറയിലെ ഏറ്റവും കൂടുതൽ സെയിലാകുന്ന ഒരെണ്ണമാണ് അമോർ കഫേ. പക്ഷെ സാധാരണക്കാർക്ക് അത് അഫോർഡബിൾ അല്ല. പക്ഷെ ഇതിന്റെ മണമാണെങ്കിൽ അന്യായ മണവും നല്ല പെർഫോമൻസും ലോങ്ജിവിറ്റിയും കേരളത്തിലെ കാലാവസ്ഥയിൽ. അപ്പൊ ഇതിന് തത്തുല്യമായിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള നല്ലൊരു ക്ലോൺ ഞാൻ തപ്പി നടന്നു. അങ്ങനെയാണെങ്കിൽ 1-2 പേര് എനിക്ക് ഒരു പെർഫ്യൂം സജസ്റ്റ് ചെയ്തത്. മാൻസർ അമോർ കഫേ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നിട്ട് പോലും ഞാൻ ഇത് വാങ്ങിയില്ല. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് അമോർ കഫേ ഡീക്കന്റ് വാങ്ങിയ ചില സബ്സ്ക്രൈബേഴ്സ് ആണ് പറയുന്നത്, ചേട്ടാ ഈ ഒരു സാധനം യാദൃച്ഛികമായിട്ട് ട്രൈ ചെയ്തു, നിങ്ങൾ ട്രൈ ചെയ്യണം. അമോർ കഫേ നിങ്ങൾ തന്ന ഡീക്കന്റ് ആയിട്ട് വളരെ വളരെ സാമ്യമാണ്, 1-to-1 ക്ലോൺ ആണെന്നാണ് പറഞ്ഞത്. ഇന്നലെ അതിന്റെ ലോങ്ജിവിറ്റി പ്രൊജക്ഷൻ ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ബോക്സിലേക്ക് പറയാം. ബോക്സ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, സിമ്പിൾ ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബോക്സ് ആണ്. ഇവിടെ കഫേ ലാറ്റിന് കൊടുത്തിട്ടുണ്ട് കത്തിലജിന്റെ ലോഗോയും കാര്യങ്ങളും. എക്സ്ട്രേറ്റ് ആണ്, EDP അല്ല. EDPക്ക് മുകളിലുള്ള ഓയിൽ കോൺസെൻട്രേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. എക്സ്ട്രേറ്റ് പെർഫ്യൂം 100 ml. ഈ ബോട്ടിലിന്റെ ഡിസൈൻ, ബോട്ടിൽ അത്യാവശ്യം ഭാരമുണ്ട്. ക്യാപ്പ് ചീപ്പല്ല, പ്ലാസ്റ്റിക് അല്ല, മെറ്റൽ ആണ്. മെറ്റൽ ക്യാപ്പാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ കത്തിലജിന്ന് ആലേഖനം ചെയ്തിട്ടുണ്ട്. അകത്തും കത്തിലജിന്ന് പേര് കൊടുത്തിട്ടുണ്ട്. താഴെ ബാച്ച് കോഡും കാര്യങ്ങളും മെയ്ഡ് ഇൻ UAE. പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിന്റെ കളർ ഒരു കപ്പിച്ചീനോ കോഫി ലാറ്റെ ആ ഒരു തീമിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കളറാണ് കൊടുത്തിട്ടുള്ളത്. കാരമൽ, കോഫി കാരമൽ ടൈപ്പ് DNA ആ ഒരു കളർ ടോണാണ് കൊടുത്തിട്ടുള്ളത്. വേറെ ഒന്നുമില്ല. ഇവിടെ ഒരു മെറ്റൽ ഫിനിഷോട് കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സെൽ പ്രൊഫൈൽ എന്ന് പറയുന്നത് മാൻസറ അമോർ കഫേയുടെ പ്രൊഫൈൽ എന്താണോ അത് തന്നെയാണ് ഇതിനുള്ളത്. സ്വീറ്റ്, വാനില, കോഫി, ആൽമണ്ട്, കാരമൽ, ലാക്ടോണിക്, വാം, സ്പൈസി, നട്ടി, ആംബർ, ഫ്രൂട്ടി. ഇതിന് നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് അമോർ കഫേയുടെ നോട്ട് അതേ ഇവിടെ കോപ്പി അടിച്ച് വെച്ചിട്ടുണ്ട്. കോഫി, സ്വീറ്റ്, ആൽമണ്ട്, മിൽക്ക്. മിഡിൽ നോട്ട് വരുമ്പോൾ വാനില, ഐസ്ക്രീം, ആംബർ. ബേസ് നോട്ടിലും വാനില, ആൽമണ്ട്, കാരമൽ. അതായത് സ്വീറ്റ് പെർഫ്യൂം ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് മസ്റ്റായിട്ട് ഈ ഒരു പെർഫ്യൂം വാങ്ങണം. അമോർ കഫേ വാങ്ങാൻ നിങ്ങളുടെ ബഡ്ജറ്റ് ഇല്ല, സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പെർഫ്യൂം വാങ്ങിക്കോ. അമോർ കഫേ ഏത്, കത്തിലജിന്റെ കഫേ ലാറ്റെ ഏതെന്നുള്ള കമ്പയർ ചെയ്യാൻ പറ്റില്ല. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നോസ് ആണെങ്കിൽ പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. കുറ്റവും കുറവും പറയാൻ ഒന്നുമില്ല. ഇനി ട്രൈ ചെയ്തിട്ട് ഞാൻ പറയാം. സ്പ്രെയർ പ്രഷറൈസ് ചെയ്തിട്ടുള്ള സ്പ്രെയർ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നല്ല സ്മൂത്ത് ആയിട്ടാണ് സ്പ്രെയർ പോകുന്നത്. യെസ്, അമോർ കഫേയുടെ സ്മെൽ എന്താണോ അത് തന്നെയാണ് ഇത്. ഇതിനകത്ത് ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ കുറച്ച് ചെറുതായിട്ട് മോണ്ടാലെ ചോക്ലേറ്റ് ഗിരിയുടെ ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റിന്റെ നോട്ട് കൂടെ ചേർത്തിട്ടുണ്ട്. കുറെ കൂടി ബിസ്ക്കറ്റ് ചോക്ലേറ്റ് നോട്ട് കൂടെ ചേർത്തിട്ടുണ്ട്. കാരമൽ ചോക്ലേറ്റ് സ്മെൽ. ഇതിന്റെ മണം വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. എക്സ്പീരിയൻസ് ആയിട്ടുള്ള മൂക്കാണെങ്കിലും ശരി, എക്സ്പീരിയൻസ് അല്ലാത്ത മൂക്കാണെങ്കിലും ശരി, സ്പ്രേ ചെയ്യുന്ന ഇനീഷ്യലി തന്നെ വാനില, കോഫി, കാരമൽ, ബിസ്ക്കറ്റ്, പിന്നെ ചോക്ലേറ്റ്, ഇത്രയും നോട്ട് നിങ്ങൾക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒരു മണമാണ്. ഒരു ഗ്ലാസ്സിനകത്ത് വാനില എസൻസ് ഒഴിക്കുക, വാനില ഒഴിക്കുക, പിന്നെ കാരമൽ ഒഴിക്കുക, അതിന് പുറത്ത് ഏതെങ്കിലും കുക്കീസ്, ബട്ടർ കുക്കീസോ അല്ലെങ്കിൽ ചീസിന്റെ ഇങ്ങനത്തെയുള്ള കുക്കീസോ പൊടിച്ചിടുക. അതിന്റെ മുകളിൽ കോഫി പൗഡർ തട്ടുക, അതിന്റെ മുകളിൽ പാൽ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുക, ജ്യൂസ് അടിക്കുക. ഇതാണ് ഇതിന്റെ സ്മെൽ എന്ന് പറയുന്നത്. വളരെ. പിന്നെ ഐസ്ക്രീം, ജ്യൂസ് അടിച്ച് ഗ്ലാസ്സിലാക്കിയതിനു ശേഷം പുറത്ത് ഒരു സ്കൂപ്പ് ഒരു വാനില ഐസ്ക്രീം എടുത്ത് വെച്ചാലുള്ള സ്മെല്ലാണ് ഈ പെർഫ്യൂം മുഴുവനും. അപ്പോൾ വാനില ഇഷ്ടപ്പെടുന്നവർക്ക്, ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നവർ, കോഫി ഇഷ്ടപ്പെടുന്നവർ ഈ പെർഫ്യൂം ഡെഫിനറ്റ് ആയിട്ട് വാങ്ങുക. മാൻസറയുടെ സ്മെൽ എന്താണോ അത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. വർത്താണ്. ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ വെറുതെ ആവില്ല. സ്വീറ്റ് പെർഫ്യൂംസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇത്രയാണ് മണത്തിനെ കുറിച്ച് പറയാൻ ഞാൻ ഓടിച്ച് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ വെറുതെ വലിച്ചു നീട്ടേണ്ട. മാൻസറയുടെ കാര്യങ്ങൾ തന്നെ ഇതിലും പറയാനുള്ളത്. രണ്ടും സെയിം ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയാനോ അടിക്കുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല. മാൻസർ അമോർ കഫേ കണ്ടിട്ടില്ലെങ്കിൽ അമോർ കഫേയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കാണുക. അതിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണിത്, വേറൊന്നുമില്ല. ഇനി ഇതിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്. വൈകുന്നേരമാണ് നിങ്ങൾ അടിക്കുന്നെങ്കിൽ വൈകുന്നേരം അടിക്കാൻ പാടുള്ളൂ, വൈകുന്നേരം രാത്രി അടിക്കാൻ പാടുള്ളൂ, വെളുപ്പാങ്കാലം അടിക്കാം. രാവിലെ ഉച്ചയ്ക്കൊന്നും ഞാൻ അടിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇനി രാത്രിയോ വൈകുന്നേരം അടിക്കുകയാണെങ്കിൽ 12 മണിക്കൂറാണ് ലോങ്ജിവിറ്റി. 12 മണിക്കൂർ കേരളത്തിലെ കാലാവസ്ഥയിൽ വൈകുന്നേരം രാത്രി 12 മണിക്കൂർ നിൽക്കും. റെക്കമെൻഡ് ചെയ്യുന്ന സ്പ്രേ എന്ന് പറയുന്നത് 6 മുതൽ 8 സ്പ്രേ. പ്രൊജക്ഷൻ ആദ്യത്തെ 3.5 മണിക്കൂർ, 3-4 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷൻ. 4-5 മണിക്കൂറുടെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞ ലോങ്ജിവിറ്റി അല്ല, പ്രൊജക്ഷൻ 4-5 മണിക്കൂർ നന്നായിട്ട് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്റെ അനിയൻ അടുക്കളയിൽ അടിച്ചിട്ട് ഞാൻ 3 മണിക്കൂർ 4 മണിക്കൂർ കഴിഞ്ഞ് അടുക്കളയിൽ ഇറങ്ങി വന്നപ്പോഴും അടുക്കള ഭാഗത്ത് മുഴുവനും ഐസ്ക്രീമും വാനിലയും ഈ കാരമലിന്റെ ഒക്കെ സ്മെല്ല്. ഈ പെർഫ്യൂം അവിടെ തങ്ങി നിൽപ്പുണ്ട്. ഇത്രയും നേരമൊക്കെ എങ്ങനെയാണ് ഒരു മുറിയിൽ ഇങ്ങനെ തങ്ങി നിൽക്കുക? അപ്പൊ അത്രയും നേരം ഈ പെർഫ്യൂം നിൽക്കുന്നുണ്ട്. അപ്പൊ രാവിലെ ഉച്ചയ്ക്ക് അടിക്കരുത്. വല്ലപ്പോഴൊക്കെ ഓഫീസിൽ ഒരു സ്വീറ്റ് പെർഫ്യൂം അടിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ അടിക്കുക. അതൊരു ഡീക്കറ്റ് ആയിട്ട് കൊണ്ട് നടക്കുക. ഒരു 10 ml 5 ml കൊണ്ട് നടക്കുക. ടോപ്പപ്പ് ചെയ്യുക.
ഓഫീസിൽ കയറുന്നതിന് മുമ്പ് തളിക്കുക, അത്രേ ഉള്ളൂ. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇത് പക്ക യൂത്തിന് പറ്റിയ സാധനമാണ്. യൂത്ത് അവർക്കായിരിക്കും ഇതൊരു ഒരു സെക്സി റൊമാൻറ്റിക് ഒരു മാച്ചോ, അതെ, സെക്സി ആയിട്ടുള്ള ഒരു ഇമ്രാൻ കശ്മീരിനെ ബോട്ടിൽ തന്നെ പറയാം, ആ സാധനമാണിത്. അപ്പോൾ അങ്ങനെയുള്ള യൂത്ത് ട്രൈ ചെയ്യുക. അല്പം വയസ്സുള്ളവർക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല, അവർക്ക് സ്വീറ്റ് വാനില ഐസ്ക്രീമിന്റെ സ്മെൽ അവർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മധുരത്തിന്റെ മണം ഇഷ്ടമുള്ള ആരൊക്കെയാണ് അവരെടുക്കുക. പിന്നെ യൂത്തിന്റെ കാര്യം പറയുന്നത് വെച്ചാൽ അവരാണ് കൂടുതൽ ഈ പാർട്ടി, ക്ലബിങ്, ഗേൾസുമായിട്ട് കറക്കം, സിനിമയ്ക്ക് പോവുക, കാറിൽ പോവുക, ബൈക്കിൽ കറങ്ങുക, പിന്നെ ഒരുപാട് ഫുഡ് കഴിക്കാൻ പോകും, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഒക്കെ കണ്ടിട്ട് കൂട്ടരൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാൻ അങ്ങനെ സ്പോട്ടിലൊക്കെ പോകില്ലേ, അപ്പോൾ അങ്ങനെയുള്ള ലൊക്കേഷനിലേക്ക് തടിക്കുക. പിന്നെ കല്യാണം, പിന്നെ വയസ്സത്തിരി പക്വതയുള്ളവരാണെങ്കിൽ കല്യാണം പോലുള്ള ചടങ്ങുകൾ, അതുപോലെ തന്നെ അത്തരം ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, ആഘോഷങ്ങൾ, ചടങ്ങുകൾ, നിങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റാത്ത ഒക്കേഷനിലൊക്കെ തടിക്കുക. പിന്നെ ഗേൾസിന് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് കോംപ്ലിമെന്റ് കിട്ടും. പെണ്ണുങ്ങൾ തടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോംപ്ലിമെന്റ് കിട്ടാൻ നിങ്ങളുടെ ബോയ് ഫ്രണ്ടിന്റെ അടുത്ത് അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഭാഗത്തൊക്കെ ആയിരിക്കും കോംപ്ലിമെന്റ് കിട്ടുക, ഉറപ്പായിട്ടും കോംപ്ലിമെന്റ് കിട്ടും. ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നതാണ് 2500 താഴെയാണ് ഇതിന്റെ റേഞ്ച് വരുന്നത്, പ്രൈസ് റേഞ്ച്. അപ്പോൾ ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് എടുത്തോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ട്രൈ ചെയ്യാതെ വാങ്ങരുത്, ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. അറ്റ്ലീസ്റ്റ് ഒരു 5 എങ്കിലും നിങ്ങൾ വാങ്ങി ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് മാൻസർ അമോർ കഫേ ആയിട്ട് എത്രമാത്രം ഒത്തുപോകുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട DNA ആണ്. ഇനി അമോർ കഫേ ട്രൈ ചെയ്തിട്ടില്ല, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു പെർഫ്യൂമിന്റെ നോട്ടാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഒരു ഫുൾ ബോട്ടിൽ വാങ്ങുക. അമോർ കഫേ 10,000 രൂപ മുടക്കാൻ ഇല്ലാത്തവരോടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. 10,000 രൂപ മുടക്കാനുള്ളവർ ഒറിജിനൽ വാങ്ങുക. അത്രയും പൈസ എന്റെ കയ്യിലില്ല, ടൈറ്റ് ആണെങ്കിൽ ഇത് വാങ്ങുക. രണ്ടും കണ്ടുപിടിക്കാനൊന്നും പോകുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ എക്സ്ട്രേറ്റ് വെർഷൻ തരുന്നത് അത് അഭിനന്ദനീയമായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും EDP ആണ് തരുന്നതെങ്കിലും കതിലജ് അവരുടെ പെർഫ്യൂമിലൊക്കെ തരുന്ന എക്സ്ട്രേറ്റ് ഓയിൽ കോൺസെൻട്രേഷൻ ആണ്. അത് നമ്മളെ സംബന്ധിച്ച് ഒരു ജാക്ക്പോട്ടാണ്. കേരളത്തിലെ കാലാവസ്ഥയിൽ എക്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കുറെ കൂടി നന്നായിട്ട് പുഷ് ചെയ്യും, ലോങ്ജിവിറ്റി കിട്ടും. പിന്നെ ഇത്തരം ഈ അമോർ കഫേയുടെ നോട്ടൊന്നും പലർക്കും ഫെമിലിയർ അല്ല. 10 പേരെടുക്കുമ്പോൾ ഈ 10 പേരിൽ എത്ര പേരുടെ കയ്യിൽ അമോർ കഫേ കാണും, അല്ലെങ്കിൽ മാൻസർ എന്നുള്ള ബ്രാൻഡ് തന്നെ പലർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള പെർഫ്യൂംസ് കഴിച്ചിട്ട് പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും ഇത് ഏതാ അടിച്ചിരിക്കുന്നത് ചോദിക്കും. അമോർ കഫേക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 10-15 നീഷ് പെർഫ്യൂം ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വാങ്ങണം എന്ന് തോന്നിയ ഒരു പെർഫ്യൂമാണ് അമോർ കഫേ. അപ്പൊ അതുപോലെ തന്നെയാണ് എനിക്ക് ഇതും ട്രൈ ചെയ്തപ്പോൾ തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഇൻസ്പയർഡ് എന്ന് പറയാൻ പറ്റില്ല, കറക്റ്റ് 1-to-1 ക്ലോൺ തന്നെയാണ്. ട്രൈ ചെയ്തിട്ട് വാങ്ങുക, ഡെഫിനറ്റ് ആയിട്ട് വർത്താണ്. പെർഫോമൻസ് ഉണ്ട്, ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്, കോംപ്ലിമെന്റും കിട്ടും. വേറെന്താ നിങ്ങൾ ആലോചിക്കുന്നത്? ധൈര്യമായിട്ട് എടുത്തോ, ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ.